സന്നിധാനത്തെ സ്നേഹനിധിയായ അയ്യപ്പന്മാരുടെ മണിയനാണ്. ശബരി സന്നിധിയിലേക്ക് എത്തിയാൽ പലരും കാണാൻ കൊതിക്കുന്ന ചില കാഴ്ചകളുണ്ട്. വർഷങ്ങളായി സന്നിധാനത്ത് തുടരുന്ന മണിയൻ അതിനൊരു ഉദാഹരണമാണ്. അപകടങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഭക്തരുടെ സ്നേഹം ഏറ്റുവാങ്ങി മണിയൻ സന്നിധാനത്തുണ്ട്. സന്നിധാനത്തെ സ്നേഹനിധിയായ അയ്യപ്പന്മാരുടെ മണിയനാണ്. 8 വർഷം മുൻപ് അയ്യപ്പന് കാണിക്കയായിട്ടാണ് മണിയനെ സന്നിധാനത്ത് എത്തിച്ചത്. അന്നു മുതൽ അപകടങ്ങളെ ഒഴിവാക്കാൻ ശീലിച്ച കണ്ണുകളിൽ നിതാന്ത ജാഗ്രതയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഭഗവാന്റെ ഒരു കഴിവാണെന്ന് പറയാം. ഇത്രയും വർഷമായിട്ട് കിടക്കുന്നില്ലേ, മറ്റു മൃഗങ്ങളുടെ ഒന്നും കൈ കിട്ടാവും. നല്ല ബുദ്ധിമാനാണ്. പറഞ്ഞപ്പോൾ മണിയന്റെ സ്വാമി നമ്മൾ ഉപദ്രവിക്കാനല്ല വന്നത്, നമ്മൾ അയ്യപ്പനെ കാണാൻ വരാമെന്ന് പറയുമ്പോൾ നല്ലൊരു ഇത് തിരിഞ്ഞെന്ന് നമ്മളൊപ്പം കണ്ട് കിടന്ന് ഒരു ശല്യമില്ലായിരുന്നു. നല്ലൊരു ബുദ്ധിമാനായിരുന്നു മണികണ്ഠന്. അയ്യന്റെ പൂങ്കാവനത്തിലെത്തുന്നവർ സുരക്ഷിതരാണെന്ന ഓർമ്മപ്പെടുത്തലാണ് മണിയന്റെ അതിജീവന കഥയെന്ന് പലരും വിശ്വസിക്കുന്നു. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, പുലിയൊന്നും പിടിക്കാതെ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പക്ഷെ പുലി പിടിക്കാത്തത്. എന്തായാലും കുഴപ്പമില്ല. നമ്മളിവിടെ വരുന്ന പഴമൊക്കെ കൊടുക്കും, പഴവും പഴത്തൊലിയൊക്കെ കൊടുക്കും. ഇങ്ങനെ ഇരിക്കുന്നു. സന്നിധാനത്തെ സുരക്ഷിതമായ ഇടങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്ന മണിയനെ ചുറ്റിപ്പറ്റി പിന്നീടെത്തിയവരും കൂടുന്നുണ്ട്. അപകടങ്ങളിലേക്ക് തുറക്കുന്ന വാതിലുകൾ അടയ്ക്കാൻ അവരും ശീലിച്ചു കഴിഞ്ഞു.